ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1888. ഇന്ന് മാർച്ച് മാസം 2-ാം തീയതി. ഈ ആണ്ടിലെ 61-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. അതും വലിയ നോമ്പിന്റെ പേത്തർത്ത ദിനം കൂടിയാണ്. നോമ്പിലേക്കുള്ള ഒരുക്കത്തിന്റെ ഉണർവോടുകൂടി നോമ്പിലേക്ക് പ്രവേശിപ്പാനായിട്ട് നമ്മളെ തന്നെ ഒരുക്കേണ്ട ദിനമാണ്. ശരിക്കും നോമ്പ് എന്തിനാണ്? എന്തിലേക്കാണ് നോമ്പ് നമ്മളെ നയിക്കുന്നത്? മനുഷ്യനാകാനായിട്ടുള്ള ഒരു വലിയ ക്ഷണം മുഴങ്ങുന്നുണ്ട് ഒരു നോമ്പ് കാലത്ത്. നമ്മളത് കേൾക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഓൾറെഡി നമ്മൾ മനുഷ്യനായതുകൊണ്ടാണ്? അതോ രൂപം കൊണ്ടും ഭാവം കൊണ്ടും പുറമേ മാത്രം മനുഷ്യരായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്ന വളരെ വിചിത്ര ജീവിയാണ് നമ്മൾ ഓരോരുത്തരും. ഉള്ളിന്റെ ഉള്ളിൽ മനുഷ്യനായി മാറാനായിട്ട് നല്ലൊരു ആഗ്രഹവും പരിശ്രമവും ഉണ്ടാവട്ടെ. അതാണ് ഒരു വലിയ നോമ്പിലേക്ക് പരിശുദ്ധ സുറിയാനി സഭ പ്രവേശിക്കുമ്പോൾ അതിന്റെ മക്കളെന്ന നിലയിൽ, പ്രജകളെന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ട വലിയ ഉത്തരവാദിത്വവും ദൗത്യവുമൊക്കെ. ഉള്ളിന്റെ ഉള്ളിൽ കുറച്ചുകൂടി മനുഷ്യനായി മാറുക, കുറച്ചുകൂടി പച്ച മനുഷ്യനായി മാറുക എളുപ്പമൊന്നുമല്ല. ഇനി അങ്ങനെയൊന്ന് തീരുമാനിച്ചാൽ തന്നെ, നടപ്പിലാക്കിയാൽ തന്നെ അവിടം കൊണ്ട് നോമ്പിന്റെ ലക്ഷ്യങ്ങളൊക്കെ അവസാനിക്കുകയാണ്. അല്ല കേട്ടോ, അതൊരു 1-ാം പടി പോലും ആവുന്നില്ല. ആദ്യത്തെ പാത ഊന്നാൻ ഇത്തിരി ഇടം കിട്ടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സ്വയം മനുഷ്യനാകാനായിട്ട്, കുറച്ചുകൂടി മനുഷ്യത്വമുള്ള മനുഷ്യനാകാൻ ഒരാൾ തീരുമാനിച്ചാൽ, നോമ്പ് അവിടെ നിന്ന് അങ്ങനെ മനുഷ്യനായി മാറുന്ന ഒരാൾ ഇതര മനുഷ്യരിലേക്കുള്ള, സഹജീവികളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണ് സത്യത്തിൽ ഒരു നോമ്പിന്റെ നാളുകൾ. മനുഷ്യരിലേക്ക് കുറച്ചുകൂടി എത്തിപ്പെടാനായിട്ട് ഞാനൊന്ന് ശ്രദ്ധിക്കണ്ടേ. കാനാവിലൊരു വിവാഹ വിരുന്നുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞാണ് ക്രിസ്തുയേശുവിന്റെ ഭൂമിയിലെ ആദ്യത്തെ അടയാളത്തെക്കുറിച്ച്. നമ്മളതിനെയൊക്കെ അത്ഭുതമെന്ന് വിളിക്കുന്നതേ ഉള്ളൂ. അടയാളങ്ങളായിരുന്നു. ആദ്യ അടയാളത്തെക്കുറിച്ച് വിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ സൂചിപ്പിക്കുന്നത്. അങ്ങനെ യേശുവും ശിഷ്യന്മാരുമൊക്കെ ആ വിവാഹ വിരുന്നിലേക്ക്, ആ വീട്ടിലേക്ക് എത്തുന്നു. അമ്മ മറിയം. നമുക്കും മനുഷ്യരായി മാറിക്കൊണ്ട് മനുഷ്യരിലേക്ക്, സഹജീവികളിലേക്ക് ഒരു ചെറിയ യാത്ര പുറപ്പെടാം. അതും ഏറെ പ്രാർത്ഥനയോടെ, ഏറെ പ്രത്യാശയോടെ, ഏറെ വിശ്വാസത്തോടെ. ആമേൻ.